പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഗുണമുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് മുടിയെല്ലാം നല്ല കറുപ്പാവുന്നതിന്, അതുപോലെ ഡൈ ഒന്നും തേക്കാതെ തന്നെ, അതായത് കെമിക്കൽ ഡൈ നാച്ചുറൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിയെല്ലാം നല്ല കറുത്ത കളറിൽ വരുന്നതിനും, അതുപോലെ തന്നെ മുടി നരച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അകാല നരയൊന്നും വരാതിരിക്കുന്നതിനും, നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് പുതുതായി കിളിർത്ത് വരുന്ന മുടിയും നല്ല കറുത്ത കളറിൽ വരുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ നരച്ച മുടിയെല്ലാം കറുത്ത കളറിലേക്ക് മാറുകയും, അതുപോലെ തന്നെ പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടിയെല്ലാം നല്ല കറുത്ത കളറിലായിരിക്കുകയും ചെയ്യും. അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഇത് കേശവർദ്ധിനി ചെടിയുടെ ഇലയാണ്. കേശവർദ്ധിനി ഇത് മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടി കറക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഇതാണ്. ഇതിൻ്റെ തണ്ട്, പൂവ് എല്ലാം മുടിയുടെ ആരോഗ്യത്തിനും മുടി വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കേശവർദ്ധിനി ചെടിയുടെ ഇല കുറച്ച് തണ്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെമ്പരത്തിപ്പൂവാണിത്. ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ, 5 ഇതളിൻ്റെ ചെമ്പരത്തിപ്പൂവാണ്. അതും കുറച്ചെടുത്തു. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നമുക്കിവിടെ ആവശ്യത്തിന് എടുക്കാം. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അറിയാവുന്നതാണ്. നമ്മുടെ മുടി വളരുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ കറിവേപ്പില. അതുപോലെ തന്നെ കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ തലയിൽ താരനും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ പെട്ടെന്ന് മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് പനിക്കൂർക്കയുടെ ഇലയാണ്. പനിക്കൂർക്ക ഇലയും നമുക്കറിയാവുന്നതാണ്. നമുക്ക് തലമുടിക്ക് തലമുടിയിലെ തലയൊട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പനിക്കൂർക്ക ഇല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടൊന്നും അരയത്തില്ല, കാരണം ഇലകളല്ലേ ഇതൊക്കെ. അപ്പോൾ അരഞ്ഞ് പറ്റിയ രീതിയിൽ, അരഞ്ഞു കിട്ടിയ രീതിയിൽ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇരുമ്പ് ചീനിച്ചട്ടിയിലായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ല ആ ഒരു കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ പറയത്തില്ലേ, ഡൈയൊക്കെ നാച്ചുറൽ ഡൈയൊക്കെ എണ്ണയും നീലാമരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കളർ, നല്ല കളറായിട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇത് അരച്ചെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണിന് വേണ്ടിയിട്ട് നെല്ലിക്കാപ്പൊടിയാണിത്. നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ നന്നായിട്ട് കറുത്ത മുടിയായിട്ട് വളർന്നു വരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നരയൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം ഉപകാരപ്പെട്ട ഒന്നാണ് നെല്ലിക്കാപ്പൊടി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 1.25 സ്പൂണിന് വേണ്ടിയിട്ട് നെല്ലിക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 1 സ്പൂണിന് വേണ്ടിയിട്ട് മൈലാഞ്ചിയുടെ പൊടിയാണ്, ഹെന്ന പൗഡർ, മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള പച്ച കളറിലുള്ള പൊടി തന്നെ എടുക്കണം. അല്ലാതെ ഒരു ബ്രൗൺ കളറിലുള്ള പൊടി കിട്ടും, അതാണെങ്കിൽ നമുക്ക് അത്രയും നല്ല ഗുണമില്ല. കാരണം അത്രയും നല്ല പ്രയോജനം ചെയ്യുന്നതേ അല്ല അത്. അപ്പോൾ നമ്മൾ ഹെന്ന പാക്കുകൾ ഉപയോഗിക്കുമ്പോഴായാലും എല്ലാം ഇതേപോലെയുള്ള പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് മുരിങ്ങയിലയുടെ പൊടിയാണ്. ഇതിപ്പോൾ മുരിങ്ങയിലയുടെ പൊടി വേണമെന്ന് നിർബന്ധമില്ല. മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇല നമുക്ക് ഈ ഇത് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, ഈ കാരണം നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇലയും വർദ്ധനയുടെ ഇലയും ഒക്കെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ട് അരച്ചാൽ മതി. നമുക്ക് അരച്ചെടുക്കുകയെങ്കിൽ അതാണ് കുറെ കൂടി നല്ലത്. അത് തന്നെയാണ്. കാരണം ഈ പച്ച ഇല അരയ്ക്കുന്നതാണ് ഒരുപാട് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ പച്ച ഇലയല്ല അരച്ചിരിക്കുന്നത്, പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടിയും കൂടി ഇട്ട് കൊടുത്തു.
അതിനുശേഷം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. ആട്ടിയ വെളിച്ചെണ്ണ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ഒരു 2 ടീസ്പൂണിന് വേണ്ടിയിട്ടും കൂടെ നമുക്ക് എടുക്കാം. ഒരുപാട് എടുക്കണ്ട, ഒരു 2 ടീസ്പൂണിന് വേണ്ടിയിട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച്, കാരണം ഇതിൽ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന ഈ ഇലയെല്ലാം നല്ല രീതിയിൽ അങ്ങ് മുരിഞ്ഞ് കിട്ടണം. കാരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് പൊടിക്കുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇലയെല്ലാം ആയി കിട്ടണം. അപ്പോഴേക്കും ഇതിൻ്റെ എണ്ണ എല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതിനുശേഷം നമുക്ക് എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിന് മുമ്പ് 2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം വരാം, എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് ഈ ഇലയെല്ലാം അരിഞ്ഞതെല്ലാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടുന്ന രീതിയിലാവണം. ആവുന്നതുവരേക്കും നമുക്ക് ഇളക്കിയതിന് ശേഷം വരാം. ഇപ്പം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് അങ്ങ് പോയി, അതുകൊണ്ടാണ് എനിക്ക് വെട്ടം ഒട്ടും ഇല്ലാത്തത്. ഞാനിപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി, എണ്ണയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി ചൂടൊക്കെ ആറിയിരിക്കുകയാണ്. ഇതിനിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു തുണിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തുണിയിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതേപോലെ എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വരാം. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ എണ്ണയെല്ലാം നല്ല രീതിയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ അരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇല്ല, നല്ല രീതിയിൽ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ തയ്യാറാക്കിയ എണ്ണയുടെ കളർ കണ്ടോ? ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു നുള്ളിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരു നുള്ളിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു നുള്ളിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നീലാമരിയുടെ പൊടിയാണ്. ഇത് നീലാമരിയുടെ പൊടിയാണ്. നമ്മൾ നീലാമരിയുടെ പൊടി മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നീലാമരി ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചെടുത്താലും മതി. ഇതുപോലെ പച്ച കളറായിരിക്കും നീലാമരിയുടെ പൊടിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഏകദേശം ഒരു 1.5 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഇതും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. എണ്ണ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണയാണ് ഇത്, കണ്ടില്ലേ? നല്ല ഒരുപാട് എണ്ണയുടെ അതേ ഇതെല്ലാം ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. നല്ല ബ്ലാക്ക് കളറുമാണിത്. ഇത് നമുക്ക് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് തേച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് ഇത് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ എണ്ണയൊക്കെ തലയിൽ തേക്കുന്നത് പോലെ തന്നെ തേക്കാവുന്നതാണ്. തേച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടത്തില്ല. കുറേ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേക്കുന്ന പോലെ തന്നെ നമുക്ക് തേക്കാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് നമുക്ക് തലയിൽ തേക്കാം. സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്ന അതേ രീതിയിൽ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്കിത് തന്നെ തേക്കാവുന്നതാണ്.
തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ വരുന്നതിനും അതുപോലെ തന്നെ മുടിയെല്ലാം മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കേശവർദ്ധിനിയും അതുപോലെ തന്നെ മുരിങ്ങയിലയും കറിവേപ്പിലയും ഒക്കെ മുടി നന്നായിട്ട് വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള എണ്ണ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.